ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു എജുഫിക്സ് അക്കാദമി. എജുഫിക്സ് അക്കാദമി ഇഗ്നോയുടെ എല്ലാ കോഴ്സുകളും ഓൺലൈനായിട്ട് രജിസ്റ്റർ ചെയ്ത് നൽകുന്നു. അതുപോലെ അതിൻ്റെ മുഴുവൻ സപ്പോർട്ട്, അതുപോലെ അതിൻ്റെ മെൻറ്ററിങ് കാര്യങ്ങൾ, അതിൻ്റെ ക്ലാസ്സുകൾ, മലയാളത്തിലുള്ള ക്ലാസ്സുകൾ തുടങ്ങിയ കാര്യങ്ങളെല്ലാം, ഇഗ്നോയുമായി ബന്ധപ്പെട്ട അപ്ഡേഷൻസ് എല്ലാം എജുഫിക്സ് അക്കാദമി ഈ ഒരു യൂട്യൂബ് ചാനലിലൂടെ നിങ്ങളെ അറിയിക്കുന്നതാണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇഗ്നോയുടെ ഒരു പ്രമുഖ കോഴ്സായ, ഒരു സ്പെഷ്യൽ കോഴ്സായ മാസ്റ്റർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ ഇൻ ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റ് MBA-FM ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്ന ഈ ഒരു കോഴ്സിനെ കുറിച്ചിട്ടാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്ക് അറിയാവുന്ന പോലെ ഇതൊരു PG പ്രോഗ്രാമാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ മിനിമം ഡ്യൂറേഷൻ 2 years ആണ്, മാക്സിമം വാലിഡിറ്റി 4 year ആണ്. അപ്പോൾ 4 yearൻ്റെ ഉള്ളിൽ നിങ്ങൾ ഈ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്യേണ്ടതുണ്ട്. മീഡിയം എന്ന് പറയുന്നത് ഇംഗ്ലീഷിലാണ്. നിങ്ങളുടെ സ്പെഷ്യലൈസേഷൻ വരുന്നത് ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്നുള്ളതാണ്. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള ഡിസ്ക്രിപ്ഷന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് MBAയുടെ ഈ ഒരു പ്രോസ്പെക്ടസ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ്. ഓക്കെ, ദെൻ നമ്മൾ ഇതിൻ്റെ എലിജിബിലിറ്റി എന്ന് പറയുന്നത് 3 വർഷത്തെ ഏതെങ്കിലും ഒരു സബ്ജക്റ്റിലുള്ള ഒരു റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്നുമുള്ള ഒരു ഡിഗ്രിയാണ്. ആ ഡിഗ്രിക്ക് 50% മാർക്ക് ഉണ്ടായിരിക്കണം. നിങ്ങൾ ഇനി ഒരു റിസർവ്ഡ് കാറ്റഗറി പെടുന്ന സ്റ്റുഡൻസ് ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 45% മതി. OBC, SC, ST കാറ്റഗറി തുടങ്ങിയ കാറ്റഗറിയിലൊക്കെ പെടുന്ന സ്റ്റുഡൻസ് ആണ് എന്നുണ്ടെങ്കിൽ അവർക്ക് 45% മതി. ഓക്കെ, ഇതിൻ്റെ ഫീസ് സ്ട്രക്ചർ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഫസ്റ്റ് സെമസ്റ്ററിൽ, ഇത് ഒരു സെമസ്റ്റർ വൈസ് പ്രോഗ്രാമാണ്. ഓരോ സെമസ്റ്ററിലാണ് നിങ്ങൾ ഇതിൻ്റെ സെക്കൻഡ് സെം, തേർഡ് സെം അതിലോട്ട് ഇങ്ങനെ രജിസ്ട്രേഷൻ ചെയ്യേണ്ടത്. ഓക്കെ, ഇനി 16,700 രൂപയാണ് ഫസ്റ്റ് സെമസ്റ്ററിൽ നിങ്ങൾക്ക് ഫീ ആയിട്ട് വരുന്നത്. എന്താണ് 700 രൂപ? അതാണ് ഈ പ്ലസ് എന്ന് പറഞ്ഞിട്ട് രജിസ്ട്രേഷൻ ഫീയും ഡെവലപ്മെന്റ് ഫീയും ഇഗ്നോയിൽ അടക്കണം. അപ്പോൾ നിങ്ങൾക്ക് 16,700. സെക്കൻഡ് സെമസ്റ്ററിൽ 16,000, ഫോർത്ത് സെമസ്റ്ററിൽ 16,000. ഇനിയോ തേർഡ് സെമസ്റ്ററിൽ ഒരു ഡിഫറൻസ് ഉണ്ട്, അതാണ് 18,000 രൂപ. തേർഡ് സെമസ്റ്ററിൽ നിങ്ങൾക്ക് 8 ക്രെഡിറ്റിന്റെ ഒരു പ്രൊജക്റ്റ് ഉണ്ടായിരിക്കും. സോ നിങ്ങൾക്ക് ഫസ്റ്റ് സെമസ്റ്ററിൽ 16,700, സെക്കൻഡ് സെമസ്റ്ററിൽ 16,000, ഫോർത്ത് സെമസ്റ്ററിൽ 16,000, തേർഡ് സെമസ്റ്ററിൽ 18,000. ഇനി നിങ്ങൾക്ക് ഇതിനേക്കാളും ഫീസ് കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് പുസ്തകം, ടെക്സ്റ്റ് ബുക്കിന്റെ ഒരു ഫീ ഉണ്ട്, അത് വേണ്ട. പകരം നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഇഗ്നോയുടെ ഈഗൻ കോഷ് എന്ന് പറഞ്ഞിട്ടുള്ള വെബ്സൈറ്റിൽ നിന്ന് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് PDF ആയിട്ട് എടുത്ത് പഠിക്കാവുന്നതാണ്. അപ്പൊ അങ്ങനെ പഠിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 15% ഇഗ്നോയുടെ ഫീയിൽ നിന്നും നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഡിസ്കൗണ്ട് ഉണ്ടാവും. അപ്പൊ ഈ ഒരു 16,000 രൂപയിൽ നിന്ന് 15% ഡിസ്കൗണ്ട് ലഭിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു കോഴ്സിന്റെ ഏതെല്ലാം സ്റ്റഡി സെന്ററിൽ, ഏതെല്ലാം റീജിയൻ സെന്ററിലാണ് ഈ ഒരു കോഴ്സ് അവൈലബിൾ ആയിട്ടുള്ളത് നോക്കാം. നമുക്കറിയാം കേരളത്തിൽ 3 റീജിയൻ സെന്റർ ആണുള്ളത്. അതിൻ്റെ അണ്ടറിൽ ഒരുപാട് സ്റ്റഡി സെന്റേഴ്സും ഉണ്ട്. ഇപ്പോൾ കൊച്ചിൻ ഭാഗത്തുള്ളവർക്ക്, അപ്പോൾ കേരളത്തിൻ്റെ ഒരു സെൻട്രൽ ഭാഗത്തുള്ളവർക്ക് എളുപ്പത്തിൽ നിങ്ങൾക്ക് ഇത്തരം ഈ ഒരു 3 കോളേജ് നിങ്ങൾക്ക് അറിയാവുന്നത് പോലെ തന്നെ ഈ ഒരു 3 കോളേജിൽ നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് രജിസ്റ്റർ ചെയ്യാം. ഇനി നമുക്ക് ട്രിവാൻഡ്രം ഭാഗത്തുള്ളവർക്ക് ഏകദേശം നമുക്ക് വരുന്നത് ഈ ഒരു 5 കോളേജുകളാണ്. കോളേജുകൾ ശ്രദ്ധിക്കുക, ഈ കോളേജുകളിലാണ് നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ ഇനി വടകര ഭാഗത്തുള്ളവർക്ക് 2 കോളേജസ് ആണ്. ഈ 2 കോളേജുകളിലാണ് ഈ ഒരു കോഴ്സ് നിങ്ങൾക്ക് എടുക്കാൻ സാധിക്കുക. എന്തിനാണ് ഈ കോളേജ് സെലക്ട് ചെയ്യുന്നത്? നിങ്ങൾക്ക് അസൈൻമെന്റ് ചെന്ന് സബ്മിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ അസൈൻമെന്റ് നിങ്ങൾ ഈ ഒരു കോളേജിന്റെ രജിസ്റ്റേർഡ് പോസ്റ്റൽ അഡ്രസ്സിലേക്ക് പോസ്റ്റ് ചെയ്താലും മതിയാവുന്നതാണ്. അപ്പോൾ ഇതിലേക്ക് ഈ ഒരു ഈ കോളേജ് ആയിരിക്കും നിങ്ങളുടെ കോഴ്സ് കണ്ടക്ട് ചെയ്യുന്നത്, കോർഡിനേറ്റ് ചെയ്യുന്നത്, അതുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ നൽകുന്നത് ഒക്കെ ഈ സ്റ്റഡി സെന്റേഴ്സ് ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ സ്റ്റഡി സെന്റർ നിങ്ങൾ വീടിനടുത്തുള്ള, നിങ്ങളെ പ്ലേസിൽ താമസിക്കുന്ന റെസിഡൻസിന്റെ അടുത്തുള്ള ഒരു കോളേജ് തന്നെ സെലക്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ ഈ ഒരു കോഴ്സിന്റെ ഇനി നമുക്ക് അക്കാദമിക് സൈഡ് ഒന്ന് നോക്കാം. ഏതൊക്കെയാണ് സബ്ജക്റ്റുകൾ വരുന്നത് എന്നുള്ളത് പഠിക്കാൻ. അത് നമുക്ക് MBAയുടെ നമുക്ക് MBA ഇഗ്നോയിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ AICTE അപ്രൂവ്ഡ് പ്രോഗ്രാമാണിത് കേട്ടോ. ഓക്കെ, ഇത് ഇന്ത്യയിലും നിങ്ങൾ ഔട്ട്സൈഡ് കൺട്രീസിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഉപയോഗിക്കാം. ഇതിനെക്കുറിച്ചുള്ള ഒരു ഫീച്ചേഴ്സാണ് പറയുന്നത്. ഫ്ലെക്സിബിൾ ലേണിംഗ്, അഫോർഡബിൾ ഫീ, അങ്ങനെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഹാൻഡ് ബുക്ക് ഞാൻ പറഞ്ഞല്ലോ, ഇതുപോലെ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് PDF ആയിട്ട് എന്ത് ചെയ്യാം, ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ്. ദെൻ നമുക്ക് ഇനി ഫസ്റ്റ് സെമസ്റ്ററിലും സെക്കൻഡ് സെമസ്റ്ററിലും
ഏതൊക്കെയാണ് നിങ്ങൾക്ക് സബ്ജക്റ്റുകൾ പഠിക്കാനുള്ളത്. നമുക്ക് ഫസ്റ്റ് സെമസ്റ്ററിൽ മുഴുവൻ തിയറി പേപ്പേഴ്സ് ആണ് വരുന്നത്. ഇതാ കണ്ടു, MMBC 001 മുതൽ MMBC 007 വരെയാണ് നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിൽ ഫസ്റ്റ് സെമസ്റ്ററിൽ പഠിക്കാനുള്ളത്. ഫുൾ തിയറി പേപ്പേഴ്സ് ആണ്. തിയറിയിൽ ഇത് MMBC 5ഉം MMBC 4 നിങ്ങൾക്ക് പ്രോബ്ലം പേപ്പറാണ്. അതുപോലെ തന്നെ സെക്കൻഡ് സെമസ്റ്ററിലോട്ട് വരുന്ന സമയത്ത് ഫുൾ തിയറിയാണ്. MMBC 008 മുതൽ MMBC 014 വരെയാണ്. ഇതിൽ 14ഉം 10ഉം ഒക്കെ ഒരു പ്രോബ്ലം പേപ്പറാണ്. ഞാൻ പറഞ്ഞ ശ്രദ്ധിക്കേണ്ട പേപ്പേഴ്സുകളാണ് എന്നുള്ളത്. ഈ സബ്ജക്റ്റുകൾക്കൊക്കെ ക്ലാസ് നമ്മുടെ എഡ്യൂഫിക്സ് അക്കാദമിയിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ക്ലാസ്സിന് ചെയ്യാം. ഓരോ സെമസ്റ്റർ നിങ്ങൾക്ക് ഓരോ സബ്ജക്റ്റുകളായിട്ട്, ഇപ്പോൾ ടഫുള്ള നിങ്ങൾക്ക് സബ്ജക്റ്റുകളായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഓരോ ക്ലാസ്സിനായിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അതെല്ലാം നിങ്ങൾക്ക് ഓരോ സെമസ്റ്ററിൻ്റെയോ ഓരോ ഇയറിൻ്റെയോ ഒക്കെ നിങ്ങൾക്ക് മൊത്തമായിട്ട് ക്ലാസ് വേണമെന്നുണ്ടെങ്കിൽ, ഫസ്റ്റ് സെമസ്റ്ററിൻ്റെ 7 സബ്ജക്റ്റ് ക്ലാസ് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫീസുകളിൽ നിന്ന് വളരെയധികം ഡിസ്കൗണ്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഓരോ സെമസ്റ്റർ ആയിട്ട് എടുക്കുമ്പോൾ ഓരോ സബ്ജക്റ്റുകൾ എടുക്കുന്നതിനേക്കാളും കൂടുതൽ നിങ്ങൾക്ക് ഡിസ്കൗണ്ട് ചെയ്ത് ലഭിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് സബ്ജക്റ്റുകൾ നിങ്ങൾക്ക് വരുന്നത്. അപ്പോൾ ഈ ഒരു കോഴ്സ് എന്താണെന്ന് അറിയാത്തവർക്ക്, ഇതിൻ്റെ അകത്ത് എന്താണെന്ന് അറിയാത്തവർക്ക് ജസ്റ്റ് ഇതൊന്നും ഇങ്ങനെ കോപ്പി ചെയ്തതിന് ശേഷം, ഞാൻ ജസ്റ്റ് ഒരു ഫോർ എക്സാമ്പിൾ കാണിച്ചു തരാം. ഇത് ജസ്റ്റ് കോപ്പി ചെയ്തു, നമ്മൾ ജസ്റ്റ് ഈ ഗൂഗിളിൽ പോയിട്ട് ഇതൊന്ന് പേസ്റ്റ് ചെയ്തു. എന്നിട്ട് നമ്മൾ ഇഗ്നോ എന്നുകൂടി ഇതിൻ്റെ ഒരു അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇതാ ഇഗ്നോയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ആണ് ഈഗ്യാൻ ഘോഷ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു വെബ്സൈറ്റ്. ഇത് ഇഗ്നോയുടെ ലൈബ്രറി സൈറ്റാണ്. ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു ഇതിൻ്റെ PDF ഡൗൺലോഡ് ചെയ്തെടുക്കാം. നമ്മൾ ഇതിനകത്ത് പോയി ഇതാ ബ്ലോക്ക് 1, ബ്ലോക്ക് 2, ബ്ലോക്ക് 3, ബ്ലോക്ക് 4. ബ്ലോക്ക് 1 എന്താണ് ബ്ലോക്ക് 1-നകത്തുള്ളത്? അപ്പോൾ ബ്ലോക്ക് 1-നകത്ത് 3 യൂണിറ്റുകളാണുള്ളത്. ഇനി നിങ്ങൾക്ക് ഓരോ യൂണിറ്റ് സെപ്പറേറ്റ് ആയിട്ട് ഡൗൺലോഡ് ചെയ്യാം. അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ബ്ലോക്ക് 1 മൊത്തമായിട്ട് ഇങ്ങനെ ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഓക്കെ, ഓപ്പൺ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അത് ഡൗൺലോഡ് ആയിട്ട് വരും. ഓക്കെ, ഇതാണ് ടെക്സ്റ്റ് ബുക്കിനകത്തുള്ള സെയിം എക്സാക്റ്റ് കണ്ടന്റ് ആണ് ഇതുവരെ. ഇത് തന്നെയാണ് നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കായിട്ടും വരുന്നത്. അപ്പോൾ നോക്കൂ, നിങ്ങൾ ഇതിനകത്ത് പഠിക്കാനുള്ള യൂണിറ്റ് 1, യൂണിറ്റ് 2, ബ്ലോക്ക് 1-ൽ 3 യൂണിറ്റ്, ബ്ലോക്ക് 2-ൽ 7 യൂണിറ്റ്, അങ്ങനെ ടോട്ടൽ നിങ്ങൾക്ക് 14 യൂണിറ്റുകളാണ് ഈ ഒരു പേപ്പറിൽ പഠിക്കാനുള്ളത്. MMBC 002 ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു കോഴ്സിൽ. അപ്പോൾ നിങ്ങൾ നോക്കൂ, ഇതിൻ്റെ ഡീറ്റെയിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ ഇനി ഇതിൻ്റെ യൂണിറ്റ് 1-ലോട്ട് സ്റ്റാർട്ട് ചെയ്തു. എന്താണ് യൂണിറ്റ് 1? കൺസെപ്റ്റ് ആൻഡ് എവല്യൂഷൻ ഓഫ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്നുള്ള ഇതിൽ പഠിക്കുന്ന കാര്യങ്ങളാണ്. ഇൻട്രൊഡക്ഷൻ. അങ്ങനെ നിങ്ങൾക്ക് ഇതിൻ്റെ ടെക്സ്റ്റ് ബുക്ക് ഇങ്ങനെ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് പഠിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് എക്സാമ്പിളായിട്ട് കാണിച്ചു തന്നു എന്നുള്ളത് മാത്രം. അപ്പോൾ ഫസ്റ്റ് സെമസ്റ്ററിൻ്റെയും സെക്കൻഡ് സെമസ്റ്ററിലും പഠിക്കാനുള്ള സബ്ജക്റ്റുകൾ ഇത്രയാണ്. ഇനി തേർഡ് സെമസ്റ്ററിലോട്ട് വരുമ്പോൾ രണ്ട് പേപ്പറുകൾ ഈ തേർഡ് സെമസ്റ്ററിൽ നിങ്ങൾക്ക് കമ്പൽസറി ആണ്. അതുപോലെ ഒരു പ്രൊജക്റ്റ് ഉണ്ട് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഒരു പ്രൊജക്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, അത് എങ്ങനെ പ്രൊജക്റ്റ് ചെയ്യണം, എങ്ങനെ നിങ്ങൾ അതിൻ്റെ സിനോപ്സിസ് തയ്യാറാക്കണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ ചാനലിലുണ്ട്. നിങ്ങളെ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ. അതുപോലെ തന്നെ നിങ്ങൾ ഏതാണ് സ്പെഷ്യലൈസേഷൻ എടുക്കുന്നത് അതുമായി ബന്ധപ്പെട്ട് 4 സബ്ജക്റ്റുകൾ നിങ്ങൾ തേർഡ് സെമസ്റ്ററിൽ റീറൈസേഷൻ ചെയ്യുന്ന സമയത്ത് എടുക്കണം. അത് നിങ്ങൾ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ സെമസ്റ്റർ 4-ലോട്ട് എത്തുന്ന സമയത്ത് നിങ്ങൾക്ക് 4 സബ്ജക്റ്റുകൾ തിയറി പേപ്പറായിട്ടുണ്ട്. ബാക്കിയുള്ള 3 എണ്ണം നിങ്ങളുടെ സ്പെഷ്യലൈസേഷൻ ചിലപ്പോൾ ഫൈനാൻഷ്യൽ മാനേജ്മെന്റ് ആയിരിക്കാം, ചിലപ്പോൾ HRM ആയിരിക്കാം. അങ്ങനെ വാട്ടവർ നിങ്ങൾ ഏതാണ് എടുക്കുന്നത് അതിനനുസരിച്ചിട്ടുള്ള സബ്ജക്റ്റുകളാണ് സെലക്ഷൻ ചെയ്യേണ്ടത്. അത് നമുക്ക് റീറൈസേഷൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ പറഞ്ഞു തരും. അപ്പോൾ റീജിയണൽ സെന്ററും സ്റ്റഡി സെന്റേഴ്സും ഒക്കെ നമ്മൾ പറഞ്ഞു. ഇപ്പോൾ നമ്മൾ കോഴ്സിനെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞു, ഫീ കാര്യങ്ങൾ പറഞ്ഞു, എലിജിബിലിറ്റി പറഞ്ഞു, അപ്രൂവ്ഡ് പറഞ്ഞു. അതൊരു AICTE റെക്കഗ്നൈസ്ഡ് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി പ്രോഗ്രാമാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് MBAക്ക് റെക്കഗ്നിഷൻ കൊടുക്കുന്നത് AICTE ആണ്. അപ്പോൾ അതിൻ്റെ റെക്കഗ്നിഷൻ ഉണ്ട്. UGC അപ്രൂവ്ഡ് ആണ്. നിങ്ങൾക്ക് ഗവൺമെന്റ് ജോലികൾക്കും അതുപോലെ പ്രൈവറ്റ് സ്ഥാപനങ്ങളിലെ ജോലികൾക്കും വിദേശത്തേക്കും നിങ്ങളുടെ എഡ്യൂക്കേഷൻ എൻഹാൻസ് ചെയ്യാനൊക്കെ ഇതെന്ത് ചെയ്യാം, ഈ ഒരു കോഴ്സ് ഉപയോഗപ്പെടുത്തും. നിങ്ങൾക്ക് ഇനിയും കോഴ്സുകളെ കുറിച്ച് ഇനിയും കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ ഇതിനെ പറ്റിയാണെന്നുണ്ടെങ്കിൽ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തോളൂ. നമ്മൾ ഇതിന്റെ താഴെ ഒരു വാട്സപ്പ് ചാനലിന്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട്. അതിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഫ്രീ ആയിട്ട് ജോയിൻ ചെയ്യുക. അപ്പോൾ കോഴ്സുകളും മറ്റ് അപ്ഡേഷൻസും ഒക്കെ ഇഗ്നോയെ പറ്റി നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. അതുപോലെ തന്നെ നിങ്ങൾ ഈ ചാനൽ എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഈ ഒരു കോഴ്സ് എടുക്കാൻ വേണ്ടി, ഈ കോഴ്സ് ഇഗ്നോയിൽ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ അക്ഷയിലോ അല്ലെങ്കിൽ സ്വയമേ കഷ്ടപ്പെട്ട് ചെയ്യേണ്ടതില്ല. ഞങ്ങൾ ഇതിൻ്റെ ഒരു സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് നമ്മുടെ നമ്പർ ഉപയോഗിച്ചിട്ട് നമ്മളെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പൂർണ്ണമായ ഉത്തരവാദിത്തത്തോട് കൂടിയിട്ട് നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് എടുത്തു തരുന്നതാണ്. തുടർന്നുള്ള അപ്ഡേഷൻസ്
അതുപോലെ സപ്പോർട്ടുകൾ കാര്യങ്ങളൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. നിങ്ങളെ പേഴ്സണൽ ഡൗട്ടുകൾ ഇഗ്നോയോ അതിൽ സിലബസുമായോ അല്ലെങ്കിൽ നിങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നമ്മൾ അത് ക്ലിയർ ചെയ്ത് തരുന്നതാണ്. അതിനുള്ള സപ്പോർട്ട് ആൻഡ് സർവീസസ് നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു നമ്പറിൽ എഡ്യൂഫിക്സ് അക്കാദമിയുടെ നമ്പറിൽ നിങ്ങൾ എന്ത് ചെയ്യുക, കോൺടാക്ട് ചെയ്യുക. ഇതുവരെ കേട്ടിരുന്നതിന് താങ്ക് യു.